നമസ്കാരം. ഇന്ന് നമ്മളൊരു നദിയുടെ കഥയല്ല പറയാൻ പോകുന്നത്, മറിച്ച് ഒരു ഇതിഹാസമാണ്. പരിവർത്തനത്തിന്റെ ഒരു കഥ. വെറുമൊരു പുഴ എന്നതിലുപരി ഒരു ഭൂഖണ്ഡത്തിന്റെ മുഖം തന്നെ മാറ്റിവരയ്ക്കുന്ന ബ്രഹ്മപുത്രയുടെ ആ അവിശ്വസനീയമായ യാത്രയുടെ വിശകലനത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശകലനത്തിന്റെ കാതൽ. ബ്രഹ്മപുത്ര വെറുതെ ഒഴുകിപ്പോവുകയല്ല ചെയ്യുന്നത്, അത് നിർമ്മിക്കുന്നു, നശിപ്പിക്കുന്നു, പിന്നെ ഭൂപ്രകൃതിയെ തന്നെ തനിക്കിഷ്ടമുള്ള രീതിയിൽ പുനർനിർമ്മിക്കുന്നു. ശരിക്കും ഒരു ഭീമാകാരമായ ശക്തി. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. എങ്ങനെയാണ് ലോകത്തിന്റെ മുകളിലെ ശാന്തമായി ഒഴുകുന്ന ഒരു അരുവി താഴെ എത്തുമ്പോഴേക്കും എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ഭീമനായി മാറുന്നത്? ഈയൊരു രഹസ്യത്തിന്റെ ചുരുളഴിക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഈ ഭീമാകാരനായ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന്, വളരെ ഉയരത്തിലുള്ള പർവ്വതനിരകളിലെ അതിന്റെ ശാന്തമായ തുടക്കത്തിൽ നിന്ന്. ഈ നദിയുടെ ജനനം തന്നെ വളരെ ഗംഭീരമാണ്. മാനസ സരോവറിനടുത്ത് കൈലാസ പർവ്വതനിരയിലെ ചെമയുങ്ദുങ് എന്ന ഹിമാനിയിൽ നിന്ന് ഏകദേശം 5000 മീറ്ററിലധികം ഉയരത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇത് വെറുമൊരു സാധാരണ നദിയല്ല കേട്ടോ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൗമഫലകങ്ങൾ കൂട്ടിയിടിച്ചതിന്റെ ഫലമായി രൂപപ്പെട്ട ഇൻഡോ ബ്രഹ്മ എന്നൊരു പുരാതന നദിയുടെ ഭാഗമായിരുന്നു ഇത്. തിബറ്റിൽ ഈ നദിക്ക് ഒരു പ്രത്യേക പേരുണ്ട്, സാങ്പോ. അതിന്റെ അർത്ഥം ശുദ്ധീകരിക്കുന്നവൻ എന്നാണ്. ഈ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അതിന്റെ ആദ്യഘട്ടത്തിലെ സ്വഭാവവും വളരെ ശാന്തവും ശുദ്ധവുമാണ്. അതെ, ഏകദേശം 1200 കിലോമീറ്റർ ദൂരം സാങ്പോ ടിബറ്റിലെ ആ തണുത്ത വരണ്ട പീഠഭൂമിയിലൂടെ ഒരു സന്യാസിയെപ്പോലെ വളരെ ശാന്തമായി ഒഴുകി നീങ്ങുന്നു. പക്ഷേ ഈ ശാന്തത വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ളതായിരുന്നു. ഇനിയാണ് കഥയിലെ ആ നിർണായകമായ നിമിഷം വരുന്നത്. നദിയുടെ ഗതിയിലും സ്വഭാവത്തിലുമുണ്ടാകുന്ന ആ നാടകീയമായ മാറ്റം. 7700 മീറ്ററിലധികം ഉയരമുള്ള നംച ബർവ എന്ന ഭീമാകാരനായ കൊടുമുടിയെ ചുറ്റി സാങ്പോ പെട്ടെന്നൊരു യൂട്ടേൺ എടുത്ത് തെക്കോട്ട് തിരിയുന്നു. ആ ഒരു തിരിവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ മലയിടുക്കുകളിൽ ഒന്ന് സൃഷ്ടിച്ചുകൊണ്ട് അത് ഹിമാലയത്തെ കീറിമുറിക്കുകയാണ്. അവിടെ നിന്നാണ് അതിന്റെ യഥാർത്ഥ രൂപാന്തരം ആരംഭിക്കുന്നത്. ഈ രൂപമാറ്റം അതിന്റെ പേരുകളിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ടിബറ്റിലെ ശാന്തനായ സാങ്പോ ഹിമാലയത്തിലെ ഭയാനകമായ മലയിടുക്ക് കടന്ന് അരുണാചൽ പ്രദേശിലെത്തുമ്പോൾ സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നറിയപ്പെടുന്നു. ഒടുവിൽ അസം താഴ്വരയിലെത്തുമ്പോഴാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബ്രഹ്മപുത്രയായി മാറുന്നത്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതോടെ കഥയാകെ മാറുകയാണ്. നദി അതിന്റെ ഏറ്റവും ശക്തമായ രൂപം കൈവരിക്കുന്നു. അതൊരു നദിയല്ല, മറിച്ച് ഒരു ഒഴുകുന്ന കടലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എപ്പോഴാണ് ഈ നദിക്ക് ബ്രഹ്മപുത്ര എന്ന പേര് കിട്ടുന്നത്? ദിബാങ്, ലോഹിത് എന്നീ 2 ശക്തമായ പോഷക നദികൾ സിയാങ്ങുമായി ചേരുമ്പോഴാണ് അത് ഔദ്യോഗികമായി ബ്രഹ്മപുത്രയായി മാറുന്നത്. അവിടെ നിന്നാണ് അതിന്റെ വലിപ്പം ഭീമാകാരമായി വർദ്ധിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് സുബൻസിരി, മാനസ് പോലുള്ള ഒരുപാട് പോഷക നദികൾ വലതുവശത്തുനിന്നും ബുർഹിദിഹിങ് പോലുള്ളവ ഇടതുവശത്തുനിന്നും ഇതിലേക്ക് വന്നു ചേരുന്നു. കനത്ത മഴ കിട്ടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം ബ്രഹ്മപുത്രയിലേക്കാണ് എത്തുന്നത്. ഇത് അതിന്റെ പ്രവാഹശേഷി നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കുന്നു. അസമിലെത്തുമ്പോൾ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബ്രെയ്ഡഡ് ചാനൽ, അതായത് പിണഞ്ഞൊഴുകുന്ന ഒരു രീതി. നദി ഒരുപാട് കൈവഴികളായി പിരിഞ്ഞും കുറച്ചു ദൂരം കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചുമൊഴുകുന്നു. ഈയൊരു പ്രതിഭാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ മജുലിയെ വരെ സൃഷ്ടിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ നദിയുടെ ഇരട്ട വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഒരേ സമയം സൃഷ്ടിക്കാനും സംഭരിക്കാനും കഴിവുള്ള അതിന്റെ ഒരു പ്രത്യേക സ്വഭാവം. ഒരു വശത്ത് നോക്കിയാൽ ബ്രഹ്മപുത്ര ഒരു വിനാശകാരിയാണ്. എല്ലാ വർഷവും അസം താഴ്വരയെ വെള്ളത്തിൽ മുക്കുന്ന വെള്ളപ്പൊക്കം, നിരന്തരം വഴിമാറിയൊഴുകി കരയെടുക്കുന്നത്, പിന്നെ വ്യാപകമായ മണ്ണൊലിപ്പ്, ഇതെല്ലാം അതിന്റെ അപകടം പിടിച്ച മുഖമാണ്. പക്ഷേ മറുവശത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്ന നദിയാണിത്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത സാധ്യതകൾ തുറന്നുതരുന്നു. അതുമാത്രമല്ല, അത് നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമായ സമതലങ്ങളും സൃഷ്ടിക്കുന്നു. ഈ സംഖ്യയിലേക്കൊന്ന് നോക്കൂ. 585.6 ഘനകിലോമീറ്റർ. സങ്കൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ബ്രഹ്മപുത്ര ഓരോ വർഷവും കടലിലേക്ക് എത്തിക്കുന്ന വെള്ളത്തിന്റെ അളവാണിത്. അതിന്റെ അടക്കി നിർത്താൻ പറ്റാത്ത ശക്തിയെ ഓർമ്മിപ്പിക്കാൻ ഈ ഒരൊറ്റ സംഖ്യ മതി. അങ്ങനെ ഇന്ത്യയിലെ യാത്ര അവസാനിപ്പിച്ച് ഈ മഹാനദി അതിന്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അതിന്റെ ലക്ഷ്യം സമുദ്രമാണ്. ധുബ്രിക്കടുത്തുവെച്ച് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ടീസ്റ്റ നദിയുമായി ചേരുമ്പോൾ അതിന്റെ പേര് ജമുന എന്നായി മാറുന്നു. പിന്നീട് മറ്റൊരു വലിയ നദിയായ ഗംഗയുമായി, അതായത് അവിടെ പദ്മ എന്നറിയപ്പെടുന്ന നദിയുമായി ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റകളിലൊന്ന് സൃഷ്ടിച്ചുകൊണ്ട് അത് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു.
അങ്ങനെ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. ടിബറ്റിലെ ആ ശാന്തമായ അരുവിയിൽ നിന്ന് തുടങ്ങി കിഴക്കൻ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഭൗമശാസ്ത്രപരമായ പരിവർത്തകനായി ബ്രഹ്മപുത്ര തന്റെ യാത്ര പൂർത്തിയാക്കുന്നു. ഈ നദിയുടെ കഥ പ്രകൃതിയുടെ ശക്തി എത്ര വലുതാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ മാറുന്ന കാലാവസ്ഥയും മനുഷ്യന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങളും ഈ മഹാനദിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? അതിന്റെ ശക്തിയെയും അപകടത്തെയും നമ്മൾ എങ്ങനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യും? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്.